എല്ലാവർക്കും നമസ്കാരം. 2025-26 അധ്യയന വർഷത്തിലെ ആദ്യ പരീക്ഷ, പാദവാർഷിക പരീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാദവാർഷിക പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ പരീക്ഷ മുതൽ ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ പേര് തന്നെയാണ്. ആത്യന്തിക മൂല്യനിർണ്ണയം എന്നാണ് ഇനി മുതൽ പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപ്പരീക്ഷ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ പരീക്ഷ ഇനി മുതൽ അറിയപ്പെടുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയം എന്നാണ്. നമുക്ക് എന്തായാലും നേരിട്ട് ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ഇത് ആദ്യം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉത്തരലേഖനാപൂർവം ഛാത്രാണാം കൃതേ സമാശ്വാസ രൂപേണ പഞ്ചദശ നിമേഷാഹ സന്തി. അങ്ങനെ പരീക്ഷ എഴുതുന്നതിന് ഉത്തരം എഴുതുന്നതിന് മുമ്പായിട്ട് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഉത്തരലേഖനായ ദേവനാഗരി ലിപി ഉപയോക്തവ്യ. അപ്പോൾ ദേവനാഗരി ലിപിയിൽ തന്നെ എഴുതണം. ഷഡ് പ്രവർത്തനാനി കരണീയാനി. 6 പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം. മുൻപ് പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത്തവണയും ഉണ്ട്, പക്ഷെ അത് വേറെ ഒരു രീതിയിലാണെന്ന് മാത്രം. എന്തായാലും നമുക്ക് ചോദ്യപേപ്പറിലേക്ക് നേരിട്ട് കിടക്കാം. പ്രവർത്തനം 1. അധോദത്താം ഖണ്ഡികാം പഠിത്വാ പുഷ്പാണാം പക്ഷിണാം ച നാമാനി വർഗീകൃത്യ ലിഖതു. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. വളരെ എളുപ്പമുള്ള പ്രവർത്തനം തന്നെയായിരിക്കും. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് പുഷ്പങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ പട്ടികപ്പെടുത്തുക. രമായാഹ നിലയെ, രമയുടെ വീട്ടിൽ സുന്ദരം ഉദ്യാനം അസ്തി. സുന്ദരമായ ഭംഗിയുള്ള ഉദ്യാനം ഉണ്ട്. ഉദ്യാനെ, പൂന്തോട്ടത്തിൽ അശോകം പാടലം ജപാകുസുമം മന്ദാരം. അശോകം, പാടലം എന്ന് പറഞ്ഞ റോസ്, ജപാകുസുമം എന്ന് പറഞ്ഞ ചെമ്പരത്തി, മന്ദാരം മന്ദാരം തന്നെ. ഇത്യാദീനി പുഷ്പാണി വിലസന്തി. ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ ഉണ്ട്, അല്ലെങ്കിൽ അത് വിലസുന്നു. അവിടെ രമയുടെ വീട്ടില് ഈ പൂക്കളൊക്കെ ഉണ്ട്. അത്ര വൃക്ഷേ, അവിടെ മരത്തിലാണെങ്കിലോ കാകഹ കപോതഹ കീരഹ, കാക്ക, പ്രാവ്, തത്ത ഇത്യാദേഹ പക്ഷിണഃ നീടം രചയന്തി. ഈ തുടങ്ങിയിട്ടുള്ള ഈ പക്ഷികളൊക്കെ എന്താണ്? ആ മരത്തില് കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പുഷ്പാണി പൂക്കൾ, പക്ഷിണഃ പക്ഷികൾ. ഇങ്ങനെ 2 കള്ളി നൽകിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കള്ളിയിൽ പുഷ്പാണി എന്ന കള്ളിയിൽ അശോകം എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെയുള്ള 3 പൂക്കളുടെ പേരാണ് ഈ ഖണ്ഡികയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. പാടലമെന്നും ജപാകുസുമെന്നും മന്ദാരമെന്നും ഈ കള്ളിയിൽ എഴുതാം അല്ലെ. പിന്നെയോ പക്ഷികളുടെ പേര് കീരഹ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കാകഹ എന്നും കപോതഹ എന്നും എഴുതാൻ 2 ഭാഗം നൽകിയിട്ടുണ്ട്. അവിടെ ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം വളരെ ലളിതമാണ്, എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം ചിത്രാനുസാരം പദാനി രേഖയ യോജയതു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ഇതിൽ വേറൊരു ചോദ്യം കൂടി ഉണ്ടെന്നാണ് അല്ലെ. മുകളിലത്തെ പ്രവർത്തനത്തിന്റെ നമ്പർ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇതിൽ 5 ഉത്തരം എഴുതാനുണ്ട്. അപ്പൊ 5 മാർക്ക് ഉണ്ടാവും അല്ലെ. സ്കോർ 5 തന്നെയായിരിക്കും. ഇതിൽ അങ്ങനെയല്ല. ചിത്രത്തിനനുസരിച്ച് പദങ്ങൾ വരച്ച് യോജിപ്പിക്കുക. വൃക്ഷ, എന്താണ് വൃക്ഷ എന്ന് പറഞ്ഞാൽ? അറിയാലോ എല്ലാവർക്കും. വൃക്ഷ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം? മരത്തിലേക്ക് വരച്ച് യോജിപ്പിക്കും. ജംബുകഹ, കുറുക്കൻ. നദി, ഇതിലുണ്ടോ? ഇല്ല. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത് അല്ലെ. അപ്പോ എന്ത് ചെയ്യുക? നദി എന്നില്ല, നമ്മളത് നൽകേണ്ടത്. സാധാരണ അങ്ങനെയല്ല അല്ലെ. 4 ചിത്രമാണെങ്കിൽ 4 വാക്കുകളാ കൊടുക്കുക അല്ലെ. അപ്പൊ നദി. പിന്നെ അമ്പ, അമ്പ അമ്മയുടെ നേരെ. പിന്നെയോ നിലയഹ, വീട്. ഇപ്പോ 4 ചിത്രങ്ങളും 5 വാക്കുകളും നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം വൃക്ഷ എന്ന് പറഞ്ഞാൽ മരമാണെന്നറിയാം, ജംബുകഹ കുറുക്കനാണെന്നറിയാം, നദി എന്ന് പറഞ്ഞാൽ നദിയാണെന്നറിയാം. പക്ഷെ നദിയുടെ ചിത്രം ഇവിടെ നൽകിയിട്ടില്ല. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, നിലയഹ വീട്. അപ്പോ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരു വ്യത്യാസം. നമുക്ക്
കൃത്യമായ ഉത്തരം അറിഞ്ഞാൽ മാത്രം നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. മുൻപാണെങ്കിൽ 3 പ്രവർത്തനം നമ്മുടെ ശരിയായ, 4ാമത്തെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ശരിയാവും. ആ രീതിയിലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു. അടുത്ത് നോക്കൂ. പ്രസ്താവനാം പഠിത്വാ അധോദത്തേഭ്യ ഉചിതം ഗണം ചിത്വാ ലിഖതു. പ്രസ്താവന വായിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായവ കൂട്ടം തിരഞ്ഞെടുത്തെഴുതുക. എന്താണ്? പ്രകൃതേഹ നാശഃ സംഭവതി ഏതൈഹ കാരണൈഹ. പ്രകൃതിയുടെ നാശം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഈ കാരണങ്ങളെ കൊണ്ട്. മാലിന്യാനി നദ്യാം നിക്ഷിപതി. മാലിന്യങ്ങൾ നദിയിൽ നിക്ഷേപിക്കുന്നു. എന്താണ് ചോദിച്ചിരിക്കുന്ന പ്രസ്താവന? എന്താണ്? പ്രകൃതേഹ നാശഃ സംഭവതി ഏതൈഹ കാരണൈഹ. ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ മാലിന്യായി നദ്യാം നിക്ഷിപതി. മാലിന്യം നദിയിൽ നിക്ഷേപിക്കുന്നു. അത് കാരണം അത് തന്നെയാണ് അല്ലെ. ആ കാരണം കൊണ്ട് പ്രകൃതിക്ക് നാശം ഉണ്ടാവുന്നു. ശരിയാണ്. പ്ലാസ്റ്റിക വസ്തൂനാം ദുരുപയോഗ. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം. അപ്പോ അങ്ങനെ ഒന്ന് വന്നു. അടുത്തതോ? വനനശീകരണം. വനനശീകരണം. പിന്നെയോ? ബാലവൃക്ഷരോപണം. ചെടികളൊക്കെ നടുക അല്ലെ. ചെടികൾ നടുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ദോഷം ഉണ്ടാവുന്നുണ്ടോ പ്രകൃതിക്ക്? ഇല്ല. പ്രകൃതിക്ക് നല്ലതാണ് അല്ലെ. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് മാലിന്യങ്ങൾ നദിയിൽ നിക്ഷേപിക്കുന്നു, അതൊരു കാരണമാണ്. പിന്നെയോ? പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം എഴുതിയിട്ടുണ്ട്. വനനശീകരണം എഴുതിയിട്ടുണ്ട്. ചെറിയ ചെടികൾ നടുന്നത്. അപ്പൊ 4 കാര്യങ്ങൾ കൊടുത്തിട്ട് ഈ പ്രകൃതിയുടെ നാശം സംഭവിക്കാൻ ഏതൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുക ഈ 4 അപ്പൊ നമുക്ക് നോക്കാം. ഈ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കൂ. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. 4 ഓപ്ഷനിലും ഓരോ ഗ്രൂപ്പുകളായിട്ട് ഉത്തരങ്ങളുടെ ഗ്രൂപ്പുകളെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 1, 2, 4 ഒന്നാമത്തെ ഉത്തരവും 2ാമത്തെ ഉത്തരവും 4ാമത്തെ ഉത്തരവും മുകളിൽ പറഞ്ഞ ഈ പ്രസ്താവനയ്ക്ക് യോജിച്ചതാണ് എന്നാണ് ഒന്നാമത്തത്. അപ്പൊ നമുക്കറിയാം 4ാമത്തെ ഓപ്ഷൻ പ്രകൃതിക്ക് നല്ലതാണ് അല്ലെ. പക്ഷെ അത് ഓപ്ഷനിൽ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഗ്രൂപ്പ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. രണ്ടാമത്തെ നോക്കൂ. 2, 3, 4 2 പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം എന്ന് പറയുന്നത് പ്രകൃതിക്ക് ദോഷമാണ്. വനനശീകരണം ദോഷമാണ്. പക്ഷെ ചെടി നടുക എന്നുള്ളത് നല്ല കാര്യമാണ് അല്ലെ. അപ്പോൾ ഈ ഗ്രൂപ്പും തെറ്റായിട്ടുള്ളതാണ്. പിന്നെ നോക്കൂ. 1, 3, 4 ഒന്നാമത്തെ മാലിന്യം നദിയിൽ നിക്ഷേപം ശരിയാണ്. വനനശീകരണം ശരിയാണ്. പക്ഷെ 4 അപ്പോൾ ആ ഉത്തരവും തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ആദ്യത്തെ 3 ഉത്തരങ്ങളാണ് പ്രകൃതിക്ക് നാശം സംഭവിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ സി എന്നോ അല്ലെങ്കിൽ 1, 2, 3 എന്നോ ഇവിടെ ഉത്തരമായിട്ട് എഴുതുക. അപ്പോൾ അതാണ് പ്രവർത്തനം. ഒന്ന് ആലോചിക്കാനുണ്ട് അല്ലെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രവർത്തനം എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ചില കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഓക്കെ. 3ാമത്തെ പ്രവർത്തനം നോക്കൂ. യഥോചിതം രേഖയാ യോജയതു. ഉചിതമായവ വരച്ച് യോജിപ്പിക്കുക. അത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പ്രവർത്തനമാണ് അല്ലെ. കാകഹ. കാക്ക എവിടെയാണ്? നീടെ. മൂഷകഹ എവിടെയാണ്? മൂഷകഹ കുഹരെ അല്ലെ. മീനഹ ജലേ. മാർജാരഹ ഗൃഹേ. അതിലൊരു പ്രവർത്തനം കൂടി വരുന്നുണ്ട് അല്ലെ. ബ്രാക്കറ്റിൽ നിന്നും ഉചിതം ഉത്തരം എഴുതുക. ഏതാണ്? പഞ്ചതന്ത്രസ്യ കർത്താ കഹ. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ് വിഷ്ണുമിത്ര, വിഷ്ണു ശർമ്മ, വിഷ്ണുനാഥ. നമ്മളിതിൽ വിഷ്ണു ശർമ്മ എന്നുള്ള പേര് മാത്രമേ കേട്ടുപരിചയമുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ശരി ഉത്തരം. അപ്പൊ അത് ഇവിടെ എഴുതുക. 4ാമത്തെ പ്രവർത്തനം.
താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഉചിതമായവ എടുത്ത് ബാഡ്ജ് തയ്യാറാക്കുക. അധോദത്തേഷു ഉചിതാഹ സൂചനാഹ സ്വീകൃത്യ പതക്കം നിർമ്മാതു. എന്താണ് ബാഡ്ജ്? നമുക്ക് സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ബാഡ്ജൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ? അല്ലെങ്കിൽ ബാഡ്ജ് നമുക്ക് തന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതേ മാതൃകയിൽ ഒരു ബാഡ്ജ് തയ്യാറാക്കാനാണ്. എപ്പോഴാണ്? ഇവിടെ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ അന്നത്തെ ബാഡ്ജാണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ജൂലൈ ബാലവൃക്ഷം രോപയതു, ചെറിയ ചെടി നടുന്ന കാര്യം പറയുന്നു അല്ലെ, തൈ നടുന്ന കാര്യം, ഒരു തൈ നടാം. ജൂണും കൊടുത്തിട്ടുണ്ട്, ജൂലൈയും കൊടുത്തിട്ടുണ്ട്. പുസ്തകം ഉത്തമമിത്രം, പുസ്തകത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുസ്തക വായനാ ദിനവുമായി ബന്ധപ്പെട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ഒന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിന് രണ്ട് ഓപ്ഷൻ കൊടുത്തു, ജൂലൈയും കൊടുത്തിട്ടുണ്ട്, ജൂണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരിസ്ഥിതി എന്താണ്? ജൂൺ 5 അല്ലെ. അപ്പൊ ഈ ജൂൺ എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. പരിസ്ഥിതി ദിനം എന്ന് കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതി ദിനം എഴുതിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ബാലവൃക്ഷം രോപയതു എന്ന് എഴുതാം അല്ലേ. പിന്നെയോ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നവർ അറിയുന്ന പോലെ എഴുതുക. ചിലർക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ അറിയുന്നത് പോലെ എഴുതുക. അക്ഷരത്തെറ്റ് വന്നാലൊന്നും സാരമില്ല. നിങ്ങൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷയല്ലേ. എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ എഴുതുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കി എഴുതാവുന്നതല്ലേ ഉള്ളൂ. സ്വന്തം പേരെഴുതുമ്പോഴാണ് ചിലപ്പോൾ ഒരു അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും, അത് എടുത്ത് എഴുതാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക. അടുത്ത പ്രവർത്തനം, നേരത്തെ ആദ്യത്തെ പ്രവർത്തനം ഇപ്പോൾ മാഷ് പറഞ്ഞു, പ്രവർത്തനത്തിന് നമ്പർ കൊടുത്തിട്ട് ക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം അടുത്ത പ്രവർത്തനം ഉണ്ട് എന്നാണ്. ഇവിടെയും വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനത്തിനവിടെ എ എന്നൊരു നമ്പർ കൂടി കാണാണ്ട് അല്ലേ. എന്താണ്? ചിത്രം ഉചിത വർണ്ണേഹി ലേപയതു, ചിത്രത്തിന് ഉചിതമായ നിറം കൊടുക്കുക, ഒരു പ്രവർത്തനമാണ്. 2ാമത്തെ പ്രവർത്തനം നോക്കൂ. അധോ ദത്തേ വാക്യേ സമ്യക് പഠതു. നമുക്ക് താഴെ നൽകിയിരിക്കുന്ന വാക്യം സമ്യക് പഠതു, അത് ഒരു പ്രത്യേകം ഓർക്കണം, നന്നായി വായിക്കൂ. ഉചിതം ഗണം ചിത്വ ലിഖതു, കൃത്യമായ ഗണം കണ്ടെടുത്ത് എഴുതുക. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് ഉചിതമായ കൂട്ടത്തെ എഴുതുക. എന്താണ് ഇത്? 2 കാര്യങ്ങളും, ഒരു പ്രസ്താവനയും കൊടുത്തിട്ടുണ്ട്, കാരണവും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാം. നേരത്തെ മുകളിലൊരു പ്രസ്താവന തന്നിട്ട് നമ്മൾ ആ കൂട്ടത്തെ തിരഞ്ഞെടുത്ത് എഴുതിയില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റു വന്നേക്കാം. എന്താണ് പ്രവർത്തനം? അവധാനേന കാര്യാണി കർത്തവ്യാനി. ആ പ്രവർത്തനത്തിൽ തന്നെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ. നമ്മള് പഞ്ചതന്ത്ര കഥയിൽ പഠിച്ച ആ പാഠത്തിന്റെ പേരാണ്, അതിൽ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലെ. ജീവിതയാത്രായാം ക്ലേശാഹ സ്വാഭാവികാഹ ഭവന്തി. ജീവിതയാത്രയില് ക്ലേശങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പറയണത് അവധാനേന കാര്യാണി കർത്തവ്യാനി. വളരെ ശ്രദ്ധയോട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു പ്രസ്താവനയും കാരണവും മനസ്സിലായില്ലേ. ഇനി എന്താണ് ഇതില് ചോദ്യം? എന്താണ് ഇവിടെ? നേരത്തെ പോലെ തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 പ്രവർത്തനങ്ങൾ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ര എന്ന് കൊടുത്തത് പ്രസ്താവനയും ക എന്ന് പറഞ്ഞ കാരണമാണ്. ഈ പ്രസ്താവന പറയാനുള്ള കാരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കാം. 1ാമത്തെ ഓപ്ഷൻ എ, പ്രസ്താവന കാരണം ഉഭയഃ അപി സാധു. ഈ പ്രസ്താവനയും കാരണവും ശരിയാണ്. സാധു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇതി ഉചിതം വിശദീകരണം ഭവതി. ഈ കാരണം ഉണ്ടല്ലോ, ഈ മുകളിൽ പറഞ്ഞ ഈ പ്രസ്താവനയുടെ ഈ കാരണം നല്ല കൃത്യമായ വിശദീകരണമാണ്. എന്തിന്റെ? പ്രസ്താവന ഇത്യസ്യ, പ്രസ്താവനയുടെ ഈ കാരണം കൃത്യമാണ്. അതാണ് 1ാമത്തെ ഓപ്ഷൻ. 2ാമത്തെ നോക്കൂ. പ്രസ്താവന കാരണം ഉഭയഃ അപി സാധു. പ്രസ്താവനയും കാരണവും രണ്ടും ശരിയാണ്. കാരണം നോക്കൂ. ഇതി അനുചിതം വിശദീകരണം ഭവതി. ഈ കാരണം എഴുതിയിരിക്കുന്നത് അത്ര ഉചിതമല്ല, ആ വിശദീകരണം. 3ാമത്തെ നോക്കൂ.
പ്രസ്താവന ഏവ സാധു കാരണം അസാധു. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. നാലാമത്തതോ പ്രസ്താവന തെറ്റാണ്, കാരണം സാധുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ഓപ്ഷനാണ് ശരിയായ ഉത്തരം? പ്രസ്താവനയും കാരണവും ശരിയല്ലേ? ആണോ? അപ്പോൾ പ്രസ്താവനയും കാരണവും ശരിയാണെന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും ശരി ഉത്തരം. ഈ വിശദീകരണം അല്ലേ, ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ? പ്രസ്താവനയും കാരണവും ശരിയാണ്. അപ്പൊ രണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ശരി. അല്ലെങ്കിൽ വേണമെങ്കിൽ അനുചിതം എന്ന് പറയുകയും ചെയ്യാം അല്ലേ? വളരെ കൃത്യമല്ല, കുറച്ചും കൂടിയൊക്കെ ഭംഗി വിശദീകരണം ഒന്നുകൂടിയൊക്കെ ആവാം വേണമെങ്കിൽ അല്ലേ? എന്തായാലും രണ്ടും ഉത്തരം ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. ശരി. ഇനി ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഥവാ പ്രവർത്തനം ബി കണ്ടോ, മറ്റേ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പരീക്ഷയിലൊക്കെ 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എഴുതാനുള്ളതായിരുന്നു. അങ്ങനെയല്ല, 6ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ 2 കൊടുത്തിട്ടുണ്ട്, അതും തിരഞ്ഞെടുത്ത് എഴുതാം. എന്താണ്? ഗ്രന്ഥാൻ തേഷാൻ കർത്തൃൻ ച രേഖയാ യോജയതു. പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളുമായി വരച്ച് യോജിപ്പിക്കുക. രാമായണം, മഹാഭാരതം, രഘുവംശ, പഞ്ചതന്ത്രം. നമ്മൾ രഘുവംശം ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല തോന്നുന്നു. പറഞ്ഞിട്ടുണ്ട്, ശരിയാ. രാമായണം, മഹാഭാരതം, രഘുവംശം, പഞ്ചതന്ത്രം 4 ഗ്രന്ഥങ്ങളാണ്. ഇതിൽ കാളിദാസ, വാൽമീകി, വിഷ്ണു ശർമ്മ, വേദവ്യാസ 4 കവികളുടെ രചയിതാക്കളുടെ പേരും കൊടുത്തിട്ടുണ്ട്. രാമായണം എഴുതിയതാരാ? നമുക്കറിയാം അല്ലെ, വാൽമീകിയാണ്. വാൽമീകിയുടെ. മഹാഭാരതം വേദവ്യാസ. രഘുവംശം എഴുതിയതാരാണ്? കാളിദാസൻ. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ. ഇത് മുകളിൽ പ്രവർത്തനത്തിൽ ചോദിച്ചിട്ട് തന്നെ ഉണ്ട് അല്ലെ, പഞ്ചതന്ത്രം എഴുതിയതാരാണ്. ഇനി അതിനും ഒരു പ്രവർത്തനമുണ്ട്. ഉചിതാഹ പ്രസ്താവനാഹ കാഹ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇതിലേതൊക്കെയാണ്? നേരത്തെ കണ്ട അതേപോലെയുള്ള ഒരു പ്രവർത്തനമാണ്. ആ കൂട്ടത്തെ കണ്ടെത്താൻ വേണ്ടി എഴുതിയ അതേപോലത്തെ ഒരു പ്രവർത്തനമാണ്. എന്താണ്? സിംഹ വനരാജ ഭവതി. സിംഹം വനത്തിലെ രാജാവാണ്. മൃഗേന്ദ്ര ഇതി നാമാന്തരം അസ്തി. മൃഗേന്ദ്രൻ എന്നൊരു പേര് ഉണ്ട്. സഹ മാംസാഹാരം ഖാദി. അത് മാംസാഹാരം തിന്നുന്നു. സഹ പാലിത ജന്തുഹു ഭവതി. അത് ഒരു വളർത്തു മൃഗമാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഈ മോഡൽ മനസ്സിലായത് കൊണ്ട് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഓപ്ഷൻ 1, 2, 3. വീട്ടിൽ വളർത്തുന്ന ജീവിയല്ലല്ലോ സിംഹം. അപ്പൊ 1, 2, 3 ഉത്തരമാണ് ശരി ഉത്തരം. അപ്പൊ ഇതിൽ ബി എന്നോ അല്ലെങ്കിൽ 1, 2, 3 എന്നോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 6ാമത്തെ പ്രവർത്തനം. ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദങ്ങൾ എടുത്ത് ചിത്രത്തിന് താഴെ എഴുതുക. മാന്യ എന്താ പറയാ? ഹരിണഹ. രണ്ടാമത്തെ ചിത്രം നോക്കൂ, മുയൽ. മുയലിന് എന്താ പറയാ? ശശകഹ. മൂന്നാമത്തെ മയിലിലെ മയിലിന് മയൂരഹ. 4ാമത്തത് സിംഹം അല്ലെ, സിംഹഹ. 5ാമത്തതോ മാർജാരഹ. ഞാൻ നമ്പർ എഴുതിയാൽ പോരാ, അതെടുത്ത് ഓരോ ചിത്രത്തിന്റെ അടിയിൽ എഴുതണം. ഇത് എടുത്തെഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അക്ഷരത്തെറ്റുണ്ടാവരുത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന പോലെ അല്ല എടുത്തെഴുതുമ്പോൾ. അപ്പൊ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, അപ്പൊ ഇവിടെ ഓപ്ഷൻ എഴുതാൻ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടില്ല, ബാക്കി എല്ലാത്തിലും സ്ഥലം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ടിക്ക് ചെയ്താൽ മതി. ഇനി ആ പ്രവർത്തനം ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. 6A എയും ബിയും ഉണ്ട്. 6ാമത്തെ പ്രവർത്തനത്തിലും എ ബി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ശശകൗ, ബകൗ, ഗജൗ, അജഹ, ഭേഗഹ. ഇത് ഉചിതമായി എഴുതുക. ഗജഹ, ഗജൗ. ഇവിടെ അജൗ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായിരിക്കും? അജഹ. മൂന്നാമത്തെ നോക്കൂ, ഭേകൗ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനിയിപ്പോ തവള, ഒരു തവള മാത്രം വേറെ കളറായി, വേറെ മോഡലായി പോയി അല്ലെ. സാരില്ലേ. ഭേകൗ 3 അല്ലെ. മൂന്നാമത്തെ ഇത് ഭേകഹ നമ്മുടെ കൊടുക്കണം. പിന്നെയോ അടുത്ത് നോക്കൂ, ബകഹ എന്ന് കൊടുക്കണം. ബകഹ എന്ന് പറഞ്ഞാൽ ബകൗ.
പിന്നെയോ ശശകഹ, ശശകൗ. അപ്പോൾ ഏകവചനവും ദ്വിവചനവും ചോദിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനമാണല്ലോ അല്ലേ? ഇല്ല, നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെ 7 പ്രവർത്തനങ്ങളാണ്, ഇങ്ങനെ 6 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഇതിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞു തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചോദ്യ പേപ്പർ ഉള്ളത്. ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്, പക്ഷെ തെറ്റാനും വളരെ എളുപ്പമാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. ഇതിൽ ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നിന്നും ആണ് കൂടുതൽ വന്നിട്ടുള്ളത് അല്ലെ? 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് വന്നിട്ടില്ല. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. ആശംസകൾ.